കക്കാനും പിടിച്ചു പറിക്കാനൊന്നും അല്ലല്ലോ, ബിസിനസ് തുടങ്ങാനല്ലേ പോകുന്നത്. അവള് ബിസിനസ് നടത്തി വരുമാനം ഉണ്ടാക്കിയിട്ട് വേണ്ട ഇവിടെ കഴിയാൻ. അതെന്താ അവള് മനസ്സിലാക്കാത്തത്? ആ കുട്ടിക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്നല്ലേ പറഞ്ഞത്. ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെയാ, അവരെ ആത്മാഭിമാനമുള്ളവരാ. ഭർത്താവിന്റെ ചിലവിൽ കഴിയാൻ അവരിൽ പലർക്കും മടിയാ. അച്ഛാ, ഞാൻ ഇതിനൊന്നും കൂട്ടു നിൽക്കത്തില്ല. അതിന്റെ ആവശ്യമില്ല. ഇത് പിടിവാശിയാ. ഇവിടുത്തെ കാശുണ്ടെന്നല്ലോ ആ കുട്ടി ബിസിനസ് തുടങ്ങാൻ പോകുന്നത്. സ്വന്തം കയ്യിലെ പണം മുടക്കി ആ കുട്ടി ബിസിനസ് തുടങ്ങിയാൽ നമുക്ക് എങ്ങനെ എതിർക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല, അത് ശരിയുമല്ല. ചന്ദ്രമോള് പറഞ്ഞേ, ഞാൻ പറഞ്ഞതല്ലേ ശരി. അവള് സിദ്ധുവിന്റെ കാര്യം നോക്കി വീട്ടിലിരിക്കണം, അതല്ലേ മോളെ വേണ്ടത്. അതിനു പകരം ബിസിനസ് എന്ന് പറഞ്ഞ് ഓടി നടന്നാലേ ഇവരുടെ കുടുംബജീവിതം എങ്ങനെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകും? അത് മാത്രമല്ല പ്രശ്നം, നാളെ ഈ വീട്ടിലെ മരുമകളായിട്ട് വരേണ്ട ആളാണ് ദേവിക ചേച്ചി. ദേവിക ചേച്ചി ഇടുന്ന ബിസിനസ് പൊളിഞ്ഞു എന്ന് വെക്കും. അതിന്റെ നാണക്കേട് ആർക്കായിരിക്കും? ഈ വീട്ടിലുള്ളവർക്കല്ലേ. അത് വേണോന്ന് എല്ലാരും ചിന്തിക്കണം. വേണ്ടെന്ന എന്റെ അഭിപ്രായം. മാത്രല്ല, ഒരു കുട്ടിയൊക്കെ ആയ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ? തൽക്കാലം ആ പ്രോജക്റ്റ് മാറ്റിവെക്കാൻ പറ, പിന്നെ ആലോചിക്കാലോ. ഈ നാട്ടിലാണെങ്കിൽ തുണിക്കടകൾ മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. അതിനിടയിൽ പുതിയൊരെണ്ണം കൂടെ തുടങ്ങിയ വിജയിക്കാൻ വലിയ പാടാ. അതെ, അതൊന്നും വേണ്ട. ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അതൊക്കെ ദേവികയുടെ സ്വാതന്ത്ര്യം. ദേവികയുടെ